ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അഫ്ഗാനി എഗ്ഗ് കറിയാണ് ഇത്. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ നന്നായിട്ട് ബോയിൽ ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടാണുള്ളത്. ഇനി ഇതുപോലെ ഇതിലേക്ക് നന്നായിട്ട് ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കണം. ഇപ്പോൾ എല്ലാ മുട്ടയും ഞാൻ ഇതുപോലെ തന്നെ കുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് വെച്ചിട്ടുള്ളത്. നമുക്കിത് വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കാതെ സൺഫ്ലവർ ഓയിലോ വേറെ ഏതെങ്കിലും ഓയിലോ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒലിവ് ഓയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ മുട്ടയെല്ലാം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇങ്ങനെ വഴറ്റിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് മസാലയെല്ലാം ചേർക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിടുന്ന മുളക് പൊടിയും മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഈ മുട്ടയിൽ നന്നായിട്ട് ഒന്ന് മിക്സായി നന്നായിട്ട് മൂത്ത് വരണം. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മുട്ടയുടെ കളറെല്ലാം ചേഞ്ചായി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആയിട്ടുള്ള ഒരു പാകത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിത് ഇതിൻ്റെ അകത്തുനിന്ന് മാറ്റി വെക്കാം. എല്ലാ മുട്ടയും വേറെ മാറ്റി വെച്ചിട്ട് വേറെ പാനിലാണ് നമ്മളിപ്പോൾ ഇതുണ്ടാക്കുന്നത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് റൈസ് ബ്രാൻ ഓയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഒരു വലിയ സവാള ഇതുപോലെ അരിഞ്ഞിട്ട് അത് ചേർക്കണം. അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളകും ഇതുപോലെ തന്നെ മുറിച്ച് ചേർക്കുക. പിന്നെ ഒരു ഇഞ്ചി കഷ്ണം വലുതായിട്ട് തന്നെ ചേർക്കുക. അതുപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളി. ഞാനിപ്പോൾ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 10 എടുത്തത്. നിങ്ങൾ വലുതാണെങ്കിൽ ഒരു 5 എടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് കാഷ്യൂ കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ചെറിയ കഷ്ണമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വലിയ കഷ്ണാക്കിയിട്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരികയേ വേണ്ടൂ, അല്ലാണ്ട് നല്ല അതിൻ്റെ കളർ ചേഞ്ച് ആവുമൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർക്ക് എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൽ അധികം നേർങ്ങനെയൊന്നും മുറിച്ചെടുക്കാത്ത. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണിയാനായിട്ട് വെക്കാം. കുറച്ച് തണിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലത്തെ ചെറിയൊരു ഗ്രൈൻഡർ ജാറിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ലോണം തന്നെ മല്ലിയില ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കൈപ്പിടിയിൽ നന്നായിട്ട് ഒതുങ്ങുന്ന അത്രയും മല്ലിയില ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതും നല്ല തണ്ടോടുകൂടി തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇന്ന് നന്നായിട്ട് ഇത് അരച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേഗം കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 3-4 കറുവപ്പട്ട, ഒരു 5-6 ഏലക്ക, അതുപോലെ തന്നെ 4-5 പീസ് ഗ്രാമ്പൂ ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള എല്ലാ അരപ്പും കൂടി ചേർക്കണം. അതിന് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർക്കണം. അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കപ്പ് വെള്ളം വെച്ചിട്ട് അതിലുള്ള എല്ലാ പേസ്റ്റും ഇതിലേക്ക് തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. വഴറ്റി ഇതിനെ മൂപ്പിച്ചെടുത്തിട്ട് ഇതിനെ നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ നമ്മൾ ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിപ്പോൾ ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വേഗം തന്നെ അത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടി ഈ ഒരു പേസ്റ്റിൽ കിടന്നിട്ട് എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വരണം. നമ്മളിപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂത്ത് നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തൈര് ചേർക്കണം. ഈ തൈര് നല്ല കട്ടിയുള്ള തൈരാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ട കെട്ടാതെ നല്ല രീതിയിൽ അടിച്ചെടുത്ത തൈരാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ചേർക്കേണ്ടത്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തുടരെ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് സമയമെല്ലാം ലോ ഫ്ലെയിമിൽ വെക്കുക, അപ്പോൾ കുഴപ്പമില്ല. കുറേ സമയം അതുപോലെ തന്നെ കൈ എടുക്കാതെ അവിടെ തന്നെ വെച്ച് നിന്നാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ അതിന് ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി കഴിഞ്ഞ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അടിക്ക് പിടിക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് 10 മിനിറ്റിനുള്ളിൽ നമ്മളൊരു 4-5 പ്രാവശ്യം ഇതുപോലെ മൂടി തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ തെളിയുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിന് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കാം. ഇതുപോലെ നല്ല കട്ടിയുള്ള ഫ്രഷ് ക്രീം നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ ഫ്രഷ് ക്രീം ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പോളം വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ട് യോജിപ്പിക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതിനെ ചെറുതായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്താണ് ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയെല്ലാം ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ 4 മുട്ടയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 4 മുട്ടയും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പം ഞാനിതിൽ മുട്ടയെല്ലാം ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി ഫ്രൈഡ് ആണല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഇതിൻ്റെ കറിയെല്ലാം ഒന്ന് ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് നന്നായിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ പൊടിയായി അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അഫ്ഗാനി മുട്ടക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തീൻ്റെ കൂടെ, അതുപോലെ തന്നെ റൊട്ടിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ്. വെള്ളയപ്പത്തിൻ്റെ കൂടെയെല്ലാം അടിപൊളി ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ചെയ്ത് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും അടിപൊളിയായിട്ടുള്ള ഇതുപോലത്തെ നല്ല സൂപ്പറായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.